ചെയ്യുന്ന സിനിമകളെല്ലാം അയാൾ പറയുന്നത് എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അയാൾക്ക് പറയാം, അയാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അത് അയാളുടെ അവകാശമാണ്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, അത് അയാളുടെ ഒപ്പീനിയനാണ്. ഹി ക്യാൻ ടോക്ക് ടു ഓഡിയൻസ്. ബട്ട് ആസ്കിങ് ടു യു, എന്തുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ സിനിമകളും ഹിറ്റായിട്ടുണ്ടോ? അയാൾ പറയുന്ന എല്ലാ സിനിമകളും നല്ലതാണോ? ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം ഒപ്പീനിയനാണ്, അദ്ദേഹം കാണുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് സിനിമ അയാൾക്ക് നെഗറ്റീവ് പറഞ്ഞാൽ അയാൾക്ക് വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ സംസാരിച്ചിരിക്കും. അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എഫേർട്ടിനെയാണ് അയാൾ ചോദ്യം ചെയ്തത്. അയാൾക്ക് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിലെ കഥയിലോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും വിഷ്വലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കിങ്ങിൽ ഇഷ്യൂസോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം പറയുന്നത് എന്താ, ഒരു ക്യാരക്ടർ വന്നോ ഇയാൾ പറയുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പോലും കാരണം, ആ യൂട്യൂബിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ക്രിറ്റിസൈസേഴ്സ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. സിനിമ കണ്ടിട്ടാണോ അദ്ദേഹം ഇത് റിവ്യൂ ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം പറയണ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് എനിക്കൊരു എനർജി ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് അതൊരു പ്രശ്നമല്ല, കാരണം അയാൾ സിനിമ കണ്ടിട്ടല്ല റിവ്യൂ ചെയ്തിരിക്കുന്നത്. അയാൾ പറഞ്ഞ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് പല ആളുകളും സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം, നിങ്ങൾ അല്ലെങ്കിൽ കണ്ട ആളുകൾ ഒന്നും കൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഫോൾട്ടല്ലേ? ഇത്രയും കോടി രൂപ മുടക്കി ഒരു സിനിമ എടുത്തിട്ട് സിനിമ കാണാതെ എങ്ങനെയാണ് ഇത് ചെയ്യുക? എനിക്കറിയാൻ പാടില്ല. അത് കാണുന്ന പാവപ്പെട്ട ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ, ആ സിനിമ മോശമാണതല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സത്യസന്ധത കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടിട്ട് ദൈവം അത് മൗത്ത് പബ്ലിസിറ്റിയിലുള്ള ആളുകൾ എത്തിച്ചുകൊണ്ട് ഇന്നിപ്പോൾ തിയേറ്ററിൽ സാധനം പോകുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വാഷ് ഔട്ടായി പോകും. ഇത് ഒരു സിനിമയല്ല, ഇത്രയും കോടികൾ മുടക്കി ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയത് നിൽക്കും? അതാ ഞാൻ ചോദിച്ചത്. പുള്ളി പറയുന്ന എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആണ്, ഞാൻ സമ്മതിച്ചേ. മനസ്സിലായോ? അയാളൊരു വലിയ ടെക്നീഷ്യൻ ആയിരിക്കും, എന്നെക്കാട്ടും ബ്രില്യൻ്റ് ആണ്. എനിക്ക് അറിയില്ല, ഞാനൊരു കോമൺ സെൻസ് ഉള്ള ഒരാളാണ്. അയാൾക്ക് അതിബുദ്ധിമാനാണ് അയാൾ. എങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാ സിനിമകളും അതുപോലെ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അദ്ദേഹം നല്ലത് എന്ന് പറയുന്ന എത്രയോ സിനിമകളിലൂടെ ഔട്ടായിപ്പോയി. കഴിഞ്ഞ ദിവസം പോലും സംഭവിച്ചു. ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല ആരാണ് ഏതാണ് സിനിമ എന്നുള്ളത്. അത് സിനിമയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് എൻ്റെ എത്തിക്സ് ആണ്, ഞാനത് കീപ്പ് ചെയ്യുന്നു. എനിക്ക് മറിച്ച അഭിപ്രായമാണ് കേട്ടോ ഇദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു റിവ്യൂവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ തകർന്നു പോകുന്നതല്ല സിനിമകള്. അദ്ദേഹത്തിന്റെ റിവ്യൂ പറയുന്നു. എത്രയോ സിനിമകൾ അദ്ദേഹം അതുപോലെ ആൾക്കാരും പറയുന്ന ഓടുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഒരു എനിക്കിഷ്ടപ്പെടുന്നൊരു സിനിമ ചിലപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ മറിച്ച അഭിപ്രായം പറയാം. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് അത്ര വേദനിക്കാൻ കാരണം, ഇദ്ദേഹം ഒരു 2 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടന്ന, കാരണം ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് പറയുന്നത്തെ കാലത്ത് വളരെ വളരെ പണിപ്പെട്ട ഇതാണ്. കാരണം ഞാൻ 94 സിനിമ അഭിനയിക്കാൻ വന്ന ആ വർഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ. അന്നൊക്കെ വളരെ ഈസിയാണ് ഈ കാര്യം. അന്ന് നമുക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശൊക്കെ കണ്ടിട്ട് എനിക്ക് പടം എടുക്കാം. അലിയുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കണ്ടിട്ട്, എന്റെ സുഹൃത്താണല്ലോ, എനിക്ക് പടം എടുക്കാം. ഇന്നത് നടക്കില്ല. ഇന്ന് അവസാനം ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാൻ അനൗൺസ് ചെയ്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇപ്പൊ നമ്മൾ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ കാശ് മുതൽ കണ്ടിട്ട് വേണം ഇറങ്ങാൻ. കാര്യം മാറിപ്പോയി. അപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ഇദ്ദേഹത്തിന്റെ വേദനയാണ് ഈ പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ ഇവരുടെയൊക്കെ. അപ്പോൾ അതിന്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ എഫർട്ടിനെ നമ്മൾ കളിയാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം പറയും, പക്ഷെ അതൊരു കൊഞ്ഞണം കുത്തുന്ന രീതിയിൽ അഭിപ്രായം പറയരുത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, ഇപ്പൊ അഭിനയത്തിലൊക്കെ വളരെയധികം മാറിയിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. കാരണം
ഇത് നമ്മളിങ്ങനെ തേച്ചൊരു മെനിക്കി കൊണ്ടുവരുന്ന സംഭവമാണല്ലോ. ആദ്യമേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വരി കുറെ കഴിയുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് കളിയാക്കരുത്. അതിനൊരു ഒരു 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 ബൗണ്ടറി ഉണ്ട്, അതിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത്ര കാരണം ഇവരുടെ എഫർട്ടൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. കാരണം ആ ഒരു സിനിമ പുറത്തിറക്കാന്ന് പറഞ്ഞാൽ വളരെ ഇതുള്ള പണിയാണ് ഇല്ലേ. ഇപ്പൊ തന്നെ സിനിമകൾ തന്നെ ഇതുപോലെ പല ആൾക്കാരും പലതും പറഞ്ഞ് നമുക്ക് സിനിമകൾ ഇല്ലാതെയായി കേരളത്തിൽ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഓക്കെ, ചോദിച്ചോളൂ. വലിയ ഡിമാൻഡുകൾ വെക്കുന്നു. ആ ഫൈറ്റ് സീനുകളിലേക്ക് വീണ്ടും ഫൈറ്റ് പണ്ടും ഫൈറ്റ് ഇടികൊള്ളാൻ വേണ്ടി മാത്രം പണ്ട് കഥകളുണ്ട്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം വീട് മേടിക്കുക, പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകാൻ. ഇത് വേറെ രീതിയിലേക്ക് സിനിമ പണ്ട് ഫൈറ്റ് മാർഷൽ മാത്രമേ ഇപ്പൊ ഡയറക്ടറും അതിനോട് ഇൻവോൾവ് ആവുന്നു. ഫൈറ്റ് സീനുകൾ എടുക്കുമ്പോൾ ഭവിച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തി തരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തൃപ്തി തരുന്ന വെച്ചാൽ ആൾക്കാരത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഒരു റോപ്പിൽ ചെയ്യുന്ന ഒരു സാധനം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അത് റോപ്പാണെന്ന് പറയാൻ അങ്ങനത്തെ ഉള്ള പിള്ളേരുടെ മുമ്പിലേക്കാണ് നമ്മൾ സിനിമയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യം, ഇപ്പൊ ഞാനൊക്കെ ഫൈറ്റ് ചെയ്ത 2 കൈ പിടിച്ചിട്ടുള്ളത്, എനിക്ക് കണ്ടമാനം പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. ഞാൻ അതൊന്നും ഈ അവസരത്തിൽ പറഞ്ഞാൽ അന്ന് ഫൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്ത് വീണ് ലാസ്റ്റ് ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിലാണ് ആ സിനിമ മതി എന്നും പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡ്യൂസർ പോയത്. എന്നൊരു ആശുപത്രി പോലും കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല, അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. ആ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അത് അന്നത്തെ കാലം. ഇന്നത് മാറിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പള്ളിച്ചട്ടൻ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത പടം, എന്തൊരു എഫർട്ടാണ് അവരെടുക്കുന്നത് ആ പടത്തിന് വേണ്ടിയിട്ട്. ആ ഓരോ ഫൈറ്റിലും ഓരോ ഷോട്ടിന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പല മാസ്റ്റർമാരുണ്ട്. എല്ലാം നമ്മുടെയൊക്കെ എന്റെയൊക്കെ അസിസ്റ്റൻസ് പിള്ളേരാണ് ഇപ്പോഴത്തെ വലിയ മാസ്റ്റർമാര്. ഞാനൊക്കെ ഇടികൊണ്ട് കിടക്കുന്ന സമയത്ത് ഈ ദയറായ മാസ്റ്ററിനെ, സുബ്രഹാം മാസ്റ്ററിന്റെയും കനൽക്കണ്ട മാസ്റ്ററിനെയൊക്കെ അസിസ്റ്റൻസ് ആയിരുന്നു വലിയ മാസ്റ്റർമാര്. അപ്പൊ അവരൊക്കെ ഇന്ന് പറയുന്ന ഷോട്ടുകളും അവരിന്ന് വെക്കുന്ന കാര്യങ്ങളും അതിനു വേണ്ടി ഇവർ ചെയ്യുന്ന എഫർട്ടുകളും, ഇന്നിപ്പോ ഏതൊരു സെറ്റിൽ ചെന്നാലും നമ്മൾ ഒരു ക്രെയിൻ ഇല്ലാത്ത സ്ഥലമില്ല, ഒരു ട്രാക്ടർ ഇല്ലാത്ത സ്ഥലമില്ല, മറ്റേ എയർ, അതുപോലെ തന്നെ കാണുന്ന ഫെസിലിറ്റീസ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാനൊക്കെ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് വലയിലേക്കാ പറഞ്ഞ് വിശ്വസിക്കും. മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ സിനിമയില് ലാലു രക്ഷായിട്ട് അടക്കം അങ്ങനെ വല പിടിച്ചേക്കാം. ഞാൻ 4ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കിടന്ന് അന്നൊരു ബലൂണോ റോപ്പോ ഒന്നുമില്ല, ആ വലയിലേക്ക് കഴിഞ്ഞാൽ കാലൊടിഞ്ഞു. അത് എപ്പോഴായിരിക്കും ആ സാധനം എടുക്കുന്നത്? അവസാനം ലൈറ്റ് പോകുന്ന സമയത്ത് 6 മണിക്ക്. ഫിലിം ഉണ്ടാവില്ല, ഒരു 250 അടി ഫിലിമായിരിക്കും. അപ്പൊ പലപ്പോഴും ശശി മാസ്റ്റർ അടുത്തൊരു ബാബു സ്റ്റാർട്ട് ക്യാമറ ഇല്ല, സ്റ്റാർട്ട് ക്യാമറയിലാണ് ആക്ഷൻ എന്ന് പറയാൻ ഫിലിമില്ല. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ചാടിക്കൊള്ളണം, ആക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര ഫിലിം പോകും. അങ്ങനെ സിനിമ ചെയ്തു വന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പൊ പക്ഷേ ഇപ്പൊ എന്തെല്ലാം ഫെസിലിറ്റീസ്. പണ്ട് അതുപോലെ തന്നെ കയറി കെട്ടി പോകുന്ന സാധനത്തിനൊക്കെ ഒരു തോർത്ത് വെച്ചങ്ങ് കെട്ടിയിട്ട്, ഒരു തോർത്തിങ്ങനെ കെട്ടിയിട്ടാണ് ഈ കുളത്തിലിട്ട് പൊക്കണത് നമ്മള്. അപ്പൊ മോളിൽ ചെറുപ്പം ശ്വാസം മുട്ടും. അതൊക്കെ മാറി. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് വന്നു. അതോടൊപ്പം തന്നെ ഈ പ്രൊഡ്യൂസർ ഒരു പടത്തിന് വേണ്ടി കാശ് മുടക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, പണ്ടൊക്കെ എന്താണ് കേരളത്തിൽ ഈ കോമഡി സിനിമകൾ മാത്രം ഉണ്ടായിക്കൊണ്ടുവന്ന്. കോമഡി സിനിമകൾക്ക് വളരെ എളുപ്പമാണ്, കാരണം ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി കോമഡി പറഞ്ഞ ആൾക്കാർ ചിരിച്ചോളും. പക്ഷെ ഒരു ആക്ഷൻ സംഭവത്തിലേക്ക് വരുമ്പോൾ ഒരു കാറ് പൊട്ടണം, ആ കാറിന് കാശ് ചെലവാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഏരിയ, ഞാൻ നാളെ പറഞ്ഞു, നമുക്കൊരു 14 സ്റ്റേഷനിൽ ഉണ്ടായുള്ളൂ. 14 റിലീസിംഗ് സ്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഇവിടുന്ന് ഉത്തരാഖണ്ഡ് വരെ, ഞാനിപ്പോ ഇന്നാളെ പോയപ്പോ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ നമ്മളെ പടം കളിക്കുന്നു. സന്തോഷമായി. മലയാള സിനിമ അവിടം വരെ എത്തി. അപ്പൊ അങ്ങനെ വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫൈറ്റ് എന്ന് പറഞ്ഞ ഈ പടത്തിൽ 11 ഫൈറ്റ് ഉണ്ട്. ആ 11 ഫൈറ്റിലും ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ കട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്യാമറമാനും, അതുപോലെ തന്നെ അതിന്റെ കാശ് മുടക്കാൻ പ്രൊഡ്യൂസറും. ഏതൊരു ഡയറക്ടർക്കും സ്വപ്നം കാണാന്നേ, ഒരു ആർട്ടിസ്റ്റും സ്വപ്നം കാണാം. പക്ഷെ അത് പ്രാക്ടിക്കൽ ആണെങ്കിൽ അതിന്റെ പുറകെ ഒരു പ്രൊഡ്യൂസർ വേണം, സ്ട്രോങ് പ്രൊഡ്യൂസർ വേണം. ഞാൻ എടുത്തു പറയുന്നു, അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, മുടങ്ങണ കാശിന് ഒരു ട്യൂബ് അടിച്ച് പൊട്ടിച്ചാൽ ആ ഷോട്ട് ഓക്കെ അല്ലെങ്കിൽ കാശ് പോയി. ശരിയല്ലേ? അപ്പൊ അതിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാം. അതിനെ ഞാൻ ആളുകളെ വിളിച്ചുകൂടി കിട്ടിയത്. കാരണം ഇതുപോലെ കാശ് മുടക്കി ഒരു പടം ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഒരാളെന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. ട്യൂബ് പോട്ടെ, പല സാധനം തകർന്നിട്ടുണ്ട്. ട്യൂബ് ഇപ്പൊ ഇത്രയാവുള്ളൂ. ട്യൂബ് പൊട്ടിച്ചോണ്ട് അതാ കറക്റ്റായിട്ട് ചെയ്യുന്നത്.
മലയാളി സിനിമയിലെ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറയുന്ന വലിയ ആരോപണമുണ്ട്. മലയാളം അതായത് സിനിമയിലെ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറയാൻ പാടില്ല. പക്ഷേ സിനിമയിലെ കഥാപാത്രങ്ങൾ മോശം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപരാധമാണ്. പക്ഷെ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന മാന്യന്മാർ വളരെ മോശമായിട്ട് വാക്കുകൾ ഇവിടെ ഇതൊക്കെ വേറെ പണിയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാൻ അധികാരം ഈ റിവ്യൂമാർക്കുണ്ടോ? അവരായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞ കാരണം എന്തല്ലേ, നമുക്ക് ഒരാളെ പരിഹസിക്കുന്നതിനൊരു പരിധിയില്ലേ. ഒരാളുടെ കഴിവ്, ആ കഴിവ് നമ്മള് ഇപ്പൊ ചില ആൾക്കാർ ഇയാൾ എങ്ങനെയാണ് ഇതിങ്ങനെ ആയത്, ഇങ്ങനെ ആയതെന്ന് പറയുന്ന ഒരു കഷ്ടപ്പാടുണ്ട്, മനസ്സിലായില്ലേ? ആ കഷ്ടപ്പാടിനെ നമ്മൾ അളക്കണം, ഇല്ലേ? ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് മമ്മൂക്ക പറഞ്ഞൊരു വലിയൊരു കാര്യം, മമ്മൂക്ക പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ പണ്ട് ചെയ്ത എന്റെ ക്യാരക്ടേഴ്സിനോടാണ്, മനസ്സിലായില്ലേ? കാരണം മമ്മൂക്ക ഇപ്പൊ ഏത് ചെയ്താലും, ഇപ്പൊ എന്ത് പുതിയ ചെയ്താലും പണ്ടത്തെ പുള്ളി ചെയ്തതിനോടാണ് പുള്ളി കോമ്പീറ്റ് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സിന് ബുദ്ധിമുട്ടില്ല, മമ്മൂക്കയുടെ ഏതെങ്കിലും പടം കണ്ടാൽ മതി. അപ്പൊ അങ്ങനെ മമ്മൂക്ക ഒരു സാധനം റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ മമ്മൂക്ക ഇപ്പൊ ലാസ്റ്റ് ചെയ്ത കളങ്കാവല് തന്നെ. അപ്പൊ നമ്മൾ അതിനകത്ത് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് തന്നെയാണ് ഈ പടം വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ കുറച്ച് കാണാൻ പാടില്ല. ഇവരെല്ലാം ഈ പറയുന്നത്, ഞാൻ ഒരാളെ ഇതാക്കി, പക്ഷെ എനിക്കൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകള്, എഫർട്ടുകള് കാണാതിരിക്കരുത്. നിങ്ങൾ കളിയാക്കിക്കോ, പരിഹസിച്ചോ, ഈ പരിഹസിക്കുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് തന്നെ വരുള്ളൂ. പക്ഷെ ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ, അവസാനം അത് ഇല്ലാതെയാക്കരുത്. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സിനിമ ഇറങ്ങിയല്ലോ സുഹൃത്തുക്കൾ, എത്ര സിനിമയാണ് ഇറങ്ങാതിരിക്കുന്നതെന്ന് അറിയോ? എത്ര സിനിമകൾ, എത്ര സ്വപ്നങ്ങൾ, ഇവരൊക്കെ എത്ര വർഷത്തെ എഫർട്ടാണ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാള് ആ പടത്തിന്റെ പൊങ്കാല എന്ന് എഴുതുന്നത് പോലെ ഇയാൾ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും. എന്റെ ഇതാണ് എന്റെ ടൈറ്റിൽ, സത്യം, എന്റെ ടൈറ്റിൽ ഇതാണ് പൊങ്കാല, വേണ്ട ഈ ലെറ്റർ, വേണ്ട ഈ ലെറ്റർ. ആ എഫർട്ട് കാണാണ്ടിരിക്കല്ലേ. നിങ്ങൾ കളിയാക്കാൻ പോയാൽ എളുപ്പമോ? ഈ പറയുന്നവരെല്ലാം സിനിമ പരീക്ഷിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, പരാജയപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ കളിയാക്കരുത്. നിങ്ങൾ എന്തേ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പറയാം, ഈ പറയുന്ന പോലെ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാം. പക്ഷെ ആ കളിയാക്കലിനൊരു അളവ് പോലും വെക്കണം. മലയാള സിനിമ പ്രതിസന്ധിയിലാണ് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. അതുമല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ കാണാൻ മാത്രമേ ഇന്നിപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നുള്ളൂ. ഒരു ലോക അല്ലെങ്കിൽ ഒരു കാന്താര, അത്തരം ചിത്രങ്ങൾ കാണാനേ നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നുള്ളൂ. ഓരോ വെള്ളിയാഴ്ചയും നിരവധി ചിത്രങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എല്ലാം ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ഹോൾഡ് ഓവർ ആയി പോവുകയാണ്. അപ്പൊ നേരത്തെ അമരോട് സതീഷ് ചോദിച്ചതിന് അനുബന്ധമായിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം ആക്രമിക്കുമ്പോൾ, ഒരു സിനിമയെ ആക്രമിക്കുമ്പോൾ സിനിമ തന്നെ ഇവിടെ ഇല്ലാതായി പോവുകയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ വളരെ അപൂർവമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ പൊങ്കാല, ഇതിനകത്ത് 10-11 ഫൈറ്റ് ഉണ്ട്, ഒരു ഓളമുണ്ട്, ഒരു പൊങ്കാലയാണ്. അപ്പൊ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഞാൻ സിനിമ കണ്ട ആളാണ്, സിനിമ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോ അത്തരം സിനിമകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടാലേ മലയാള സിനിമ ഇവിടെ നിലനിൽക്കുള്ളൂ. ഇത് ആ സിനിമയെ പോലും ചിലപ്പോൾ കുറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ എല്ലാ സിനിമ, ഇപ്പൊ അടൂർ സാറിന്റെ ഒരു സിനിമ പോലും നമുക്ക് വിമർശിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഇപ്പൊ പ്രിയൻ സാർ എടുത്ത, അല്ലെങ്കിൽ സത്യനന്ദിക്കാർ സാർ എടുത്ത ഒരു പടം വേറൊരാള് കാണുമ്പോൾ അയ്യോ ഇതെന്ത് സിനിമ എന്ന് പറയാം. എല്ലാ സിനിമയും പൂർണ്ണമല്ല. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, ഇതൊരു ഭയങ്കര ലോകോത്തര സിനിമയാണ്, ഇതൊരു മഹത്വര സിനിമയാണ് എന്നൊന്നും ഇവിടെ ആയി പറഞ്ഞിട്ടില്ല. എന്താണ് ഈ തിയേറ്റർ എക്സ്പീരിയൻസ്? ഇതിപ്പോ ഈ അടുത്തിടയ്ക്ക് കേൾക്കുന്ന വാക്കല്ലേ? എന്ന് മുതൽ തുടങ്ങിയ തിയേറ്റർ എക്സ്പീരിയൻസ്? ഇവിടെ DTS തിയേറ്ററിൽ പണ്ടുണ്ടായിരുന്നോ? സ്പീക്കർ കറക്റ്റ് വർക്ക് ചെയ്യുന്ന തിയേറ്ററിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഡയറക്ടറെ കൊണ്ട് എനിക്കറിയാം. ഞാൻ അവിടെ മിക്സിങ്ങിന് എല്ലാം ചെയ്യിച്ച്, ഏറ്റവും വലിയ മിക്സിംഗ് സ്റ്റുഡിയോ പോയിട്ട് എല്ലാം ചെയ്യിച്ചു. എനിക്ക് റൈറ്റ്ലി സൗണ്ട് വരണം, കയറ് വരെയുള്ള സൗണ്ട് ഇവിടെ വരണം, മറ്റത് അവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരും. ഇവിടെ ഏത് തിയേറ്ററിൽ കേട്ടിരുന്നു? ഇപ്പോഴത്തല്ല, കുറെ നാള് മുമ്പ് വരെ വരില്ല ഇല്ലേ? കുറെ നാള് മുമ്പ് വരെ. ഇത് ഇപ്പൊ വന്ന സംഭവമാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. മറ്റത് കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ എന്ന് പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ വിടൂ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ ടൈറ്റാനിക് കണ്ടിട്ട് പണ്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ടൈറ്റാനിക് ഒക്കെ എന്തൊക്കെ സമയത്ത് അത് കണ്ടില്ലെങ്കിൽ മോശമാണ്. അത് പറഞ്ഞു RR ഭയങ്കര, പിന്നെ RR-ലല്ലേ ഒരു സിനിമ പോണത്. ഇപ്പൊ പലരും പറയുന്നത് RR ഭയങ്കര, അതിന്റെ എഫക്ട്സ്, അതിനകത്താണ് സിനിമ പോകുന്നത്. സിനിമ ഒരു ടോട്ടാലിറ്റി ആണെന്നേ, അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം, വൺ ടൈം വാച്ചബിൾ, പുതിയ വാക്കുകൾ വന്നിരിക്കുന്ന. പിന്നെ മറ്റേ അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയുന്ന, അതൊക്കെ ഇവരുണ്ടാക്കിയത്. കാരണം അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സിനിമ, ഏത് സിനിമയാണ് ഇവിടെ പരാജയപ്പെടാൻ വേണ്ടി എടുക്കുന്നത്? ഏത് സിനിമ എടുക്കുന്നത്? എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടി എടുക്കുന്നതാ.
പണ്ടൊക്കെ മദ്രാസിൽ ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് അവിടെ ഒരു ഫോൺ വരും, സാർ സൂപ്പർ ആയിട്ടുണ്ട് സാർ, അവിടെ കാണിച്ചിട്ട് ഫസ്റ്റ് അവിടെ ഒരു പ്രിവ്യൂ ഷോ ഇടും, സാർ ആ പടം അടിപൊളി. ഞാൻ ഇന്ന് വരെ അടിപൊളി അല്ലാന്നൊരു പടം കേട്ടിട്ടില്ല. പക്ഷെ ആ പടം പരാജയപ്പെടുന്നത് എന്താണെന്നുള്ളത് അത് ഞാൻ പറയാം, അത് പ്രൊഡ്യൂസർക്ക് എണ്ണാനുള്ള ഒരു കഴിവും കൂടി വേണമല്ലോ. ചില സിനിമകൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഓടി, ചില സിനിമകൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഓടിയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പല പടങ്ങളും OTT വരുമ്പോൾ എന്തുകൊണ്ട് ഏറെ കയറുന്നു, അത് അപ്പൊ കാണുന്നൊരു സംഭവമാണ്, അത് കണ്ടില്ല. ഇപ്പൊ ചില പ്രഗത്ഭന്മാരുടെ പടങ്ങൾ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റുമോ? താങ്കൾ ഞാനും പറയില്ല, പറഞ്ഞാൽ നമ്മൾ പുറത്താണ് വരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, അത് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു 70% ലക്കിൽ പോകുന്ന സാധനം, ഭാഗ്യം. തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഇത്തരം ഈ ഗ്ലാസ് പൊട്ടിക്കുന്ന മുതൽ ഇത്രയും പണം ചെലവാക്കിയ ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതിനെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടന അല്ലെങ്കിൽ ചേട്ടൻ ഇതിന്റെയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളായിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ ഇത്രയും മാധ്യമ പ്രവർത്തകരുണ്ട്, നമുക്ക് കളക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ഇപ്പൊ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിനെ പിടിച്ചു നിർത്താൻ, ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ സിനിമ തന്നെ ഇല്ലാതാവും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർക്ക് വിമർശിക്കാൻ തന്നെ പിന്നെ സിനിമ ഇല്ലാതാവും. സാർ അത് അവര് പറയുന്ന കേട്ടിട്ടില്ലേ, ഇത്രയും പ്രഗത്ഭരായ പല നടന്മാരെയൊക്കെ കളിയാക്കിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ അയാൾ വരുന്നു, അയാൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് അയാളുടെ ഉപജീവന മാർഗമാണ്. അയാളുടെ കുട്ടികൾക്കും അയാളുടെ ഭാര്യയ്ക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ, ഒരു സിനിമ എന്ന് പറയാൻ ഇപ്പൊ നിങ്ങളടക്കം നമ്മളെല്ലാം സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു സിനിമ എന്ന് പറയാൻ 200-300 പേര് അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ, അതിന്റെ പ്രമോഷന്റെ ആൾക്കാർ, ഇതെല്ലാം ഈ ഹോട്ടലടക്കം ഇല്ലേ, ഈ ഹോട്ടലടക്കം അതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. പണ്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു പത്രം ഇല്ലേ, പത്രമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നോ? പണ്ട് പത്രത്തിൽ ഒരു സിനിമയുടെ പോസ്റ്റർ ഒന്നില്ലെങ്കിൽ ആ സിനിമ കൊള്ളൂല എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറിയില്ലേ, ഇപ്പൊ മാറിപ്പോയില്ലേ. അപ്പൊ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ഇതാണ്. അപ്പൊ കളിയാക്കുന്നതിനൊരു പരിധി വേണം. നമ്മൾ വിമർശിച്ചോളൂ, വിമർശിക്കാം. ഇപ്പൊ ഇദ്ദേഹത്തിനെ വിമർശിക്കാം, എന്നെ വിമർശിക്കാം, എല്ലാവരും വിമർശിക്കാം. പക്ഷേ അവസാനമായിട്ട് അതിൽ നിന്ന് 10 പൈസ വരുമാനം കിട്ടുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അത് മോശമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, കേരളത്തിൽ എത്രയോ സിനിമകൾ വരായിരുന്നു, അതെല്ലാം കളഞ്ഞില്ലേ? എത്രയോ പേരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എനിക്കെന്നറിയാം. കാരണം നമ്മുടെ നാട്ടിലാണ് വളരെ കുറച്ച് പൈസയിൽ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം. കൂടി വന്നാൽ 10, 20, 25 കോടി കൊണ്ട് ഒരു സിനിമ ഉണ്ടായ സിനിമ അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ 100, 120 കോടി രൂപ വരെ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ലോകയുടെ കളക്ഷൻ കണ്ടില്ലേ, മഞ്ഞുമൽ ബോയ്സ് കണ്ടില്ലേ? അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വീണ്ടും താഴേക്ക് വന്നു, നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് തന്നെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. ഒരു എക്സ്പീരിയൻസ് ഇതുപോലുള്ള കുറേ ആക്ഷൻ സിനിമകളിലൂടെ പോയ ആളാണ്. അപ്പോൾ പൊങ്കാലയിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു ഡിഫറൻസ്, കൂടുതലും ഫൈറ്റ് സീൻസിനെ പറ്റി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ എഴുതുന്ന സമയം തൊട്ട് ഇന്ന് ഡയറക്ടറായിട്ട് എനിക്ക് കമ്പനി ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഇതിനകത്ത് കുറെ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ. ഇത് റിയൽ നടന്നൊരു സംഭവം കൊണ്ട് നമുക്ക് അത് തന്നെ എഴുതിയേ പറ്റുള്ളൂ. ഞാനൊരു റൈറ്റർ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള എന്തായാലും എഴുതണം. അത് മാറ്റി പുതിയ സ്റ്റൈലാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഈ പടത്തിനൊരു കാലഘട്ടവും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലെ രീതികളായിരിക്കുമല്ലോ നമ്മൾ എഴുതി വെക്കുക. അപ്പൊ വിമർശനം കൊണ്ട് മാത്രം ഒരു പടം തോക്കൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ പടം തന്നെയായാലും ആളുകൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൊള്ളാം, പടം അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബോട്ടൻ പറഞ്ഞ പോലെ 11 ഫൈറ്റ് ഉണ്ട് ഈ പടത്തില്. എല്ലാം ഓരോ മാസ്റ്റർമാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരു പടത്തില് 4 മാസ്റ്ററോട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ബാബോട്ടിനൊക്കെ മുന്നേ തൊട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബാബോട്ടിനോട് വർക്ക് ചെയ്യുന്നത് തന്നെ, അല്ലെ? പേഴ്സണലി ബന്ധമുണ്ടെങ്കിലും സിനിമയായിട്ട് ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഇതായിട്ട് കൂട്ടുന്നു. പിന്നെ അതെല്ലാവരും പടം കാണുക, തിയേറ്ററിൽ പോയി പടം കാണാം. നല്ലൊരു ഇടിപ്പടം തന്നെയാണത്. ഓക്കെ. മൊത്തത്തിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഓവറോൾ മീനിങ് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഫൈറ്റ് പരിപാടി ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ഇത്രയും വലിയൊരു ക്രൂ, ഓൾറെഡി ബാബു ചേട്ടനും എല്ലാവരും കാര്യങ്ങളെല്ലാം പറഞ്ഞു.
സോ ഇത്രയും വലിയൊരു ക്രൂ എന്നെ സംബന്ധിച്ച് മാസീവാണ്. ഇപ്പം ബാബു ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു പടം ഇറങ്ങാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആവാൻ തന്നെ ഇഷ്ടംപോലെ സ്ട്രഗിൾസാണ്. അതേനെക്കാട്ടിയും കഷ്ടപ്പാടാണ് ഒരു പുതിയൊരു ആർട്ടിസ്റ്റിന് വരാൻ തന്നെ. ഞാൻ കൊച്ചിലെ തൊട്ടും ഉണ്ട്, എന്നാലും ലൈക്ക് ഇത്രയും വലിയ മാസീവ് ഒരു ഫിലിമിൽ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് സോ ഐ എം ബ്ലെസ്ഡ്. ദൈവത്തിനോട് മാത്രം നന്ദി ഇത്രയും വലിയ ക്രൂവിനോട് വർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് സോങ് ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടെന്നേ ഉള്ളൂ. അത് ബാക്ക് ചെയ്തേക്കുന്നത് ഹന്നാൻ ചേട്ടനാണ് സോങ് പാടിയത്, നമ്മളെല്ലാവരും ഹന്നാൻ ഷാ. ആൻഡ് രഞ്ജൻ ചേട്ടനാണ് എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തേക്കുന്നത്. സോ സൂപ്പർ ഹാപ്പി. ആൻഡ് എന്തായാലും ഇപ്പം ബില്ലേട്ടൻ പറഞ്ഞ പോലെ ഇൻ ദ ബിഗിനിങ് ഫസ്റ്റ് 2 days നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എല്ലാവർക്കും ജസ്റ്റിസ് എല്ലാവർക്കും കിട്ടും. നല്ലൊരു സാധനമാണ്, നല്ലൊരു കണ്ടന്റാണ്, അതിന് ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ജസ്റ്റിസ് ഡിസേർവ്ഡ് ആണ്, ബിക്കോസ് അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കാണുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. എല്ലാവരും പടം കാണുക. താങ്ക് യു. 11 ഫൈറ്റിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പറയും 11 ഫൈറ്റിനായിരിക്കും ഏറ്റവും പൈസ അല്ല അങ്ങനെയല്ല, നമുക്ക് പൈസ മുടക്കുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയാം. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ ഞാനിപ്പം പടം അഥവാ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും വന്നാലും ഞാനത് തരണം ചെയ്യും. പക്ഷേ വേറെ ഒരു പാർട്ടിയാണ് വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും വീടോ പണയോ എന്തെങ്കിലും വെച്ച് സിനിമ ഫാഷന് വേണ്ടി ഇറങ്ങി ആ പടം കംപ്ലീറ്റ് ചെയ്ത് അത് ഫസ്റ്റ് ദിവസം റിലീസിന് പോകുമ്പം തന്നെ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ ചിലപ്പോൾ അവർ ഇതുകൊണ്ട് ജീവിക്കുന്നതായിരിക്കാം, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവനെ മിക്കവാറും കൊല്ലും. മനസ്സിലായി? കാരണം തൂക്കിലെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പം അഥവാ നഷ്ടം കുറച്ച് വന്നാലും നമ്മൾ സേഫായിട്ട് തന്നെ പോകും, കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരൊക്കെ ഓട്ടോമാറ്റിക് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയൊന്നും ഈ പടം കാണാതെ മാർട്ടിനെ മുരുകനെ മാർട്ടനാക്കി ഒന്നും പറയാതെ പടം പോയി കണ്ടിട്ട് കറക്റ്റ് റിപ്ലൈ കൊടുക്കുക. അതിൽ ഉണ്ണി ബ്ലോഗർ മാത്രം കുറച്ച് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റേ എന്താണ് അശ്വൻ ഗോക്ക് ഞാൻ 2-3 പ്രാവശ്യം കേട്ട് അത് ബൈജുവിനെ മാർട്ടിനെ ബൈജു ആക്കി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കാന്ന്. ഓക്കെ, കഴിയുന്നതും പടം കണ്ടിട്ടൊക്കെ സംസാരിക്കുക. ചേട്ടാ സംഭവം എന്ന് വെച്ചാൽ അവരെ വിശ്വസിച്ച് ഇഷ്ടംപോലെ ഇപ്പൊ എനിക്കൊന്ന് പുള്ളിക്കാരൻ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഒരു ഓഡിയൻസ് ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ടാണ് അത്രയും ആൾക്കാർ വിശ്വസിക്കുന്നത്. സോ പുള്ളിക്കാരൻ തന്നെ ഫിലിം കാണാതെ ക്യാരക്ടറിന്റെ പേരും ഇപ്പൊ റിവ്യൂ എന്ന് പറയുന്ന ഒരാള് ജോബ് എന്ന് ചോദിച്ചാൽ പടം ഫുള്ള് കണ്ട് A to Z കണ്ട് അതിന്റെ ഒരു ഷോർട്ട് അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഓവർ ആക്ടിങ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. അതാണ് പുള്ളിക്കാരന്റെ ജോലി. സോ പുള്ളിക്കാരൻ അതുപോലും ചെയ്യുന്നില്ല. അപ്പൊ അത് ചെയ്യാതെ വെറുതെ നെഗറ്റീവ് റിവ്യൂവും പറഞ്ഞ്, അല്ലാതെ ഇപ്പം മോശപ്പടങ്ങളെ പറ്റി നല്ല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെയല്ലല്ലോ ഏട്ടാ. നമ്മൾ ഇഷ്ടംപോലെ സഫർ ചെയ്തിട്ടുണ്ട്. ഒരു 50-58 days നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേച്ചി ഒരു 2 to 3 times പറഞ്ഞു ബൈ മൗത്താണ് നമ്മൾ ഈ ഫിലിം പ്രൊമോട്ട് ചെയ്തതെന്ന്. അത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഓൾമോസ്റ്റ് പടം 11 times കണ്ടു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ എന്നെ മിക്ക തിയേറ്ററിലും കണ്ടു കാണും. ഞാൻ എല്ലാ തിയേറ്ററിലും ഞാൻ ബൈ മൗത്താണ്, പ്ലീസ് ഈ പടം എല്ലാവരുടെ അടുത്തും പോയി പറയണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ഫിലിമിന് ആൾക്കാരെ ഞാൻ കയറ്റുന്നത്. ഏത് പടത്തിലാണ് ആർട്ടിസ്റ്റ് ഇങ്ങനെ പോകുന്നത്? ആണ് കേട്ടോ, അത്രേ ഉള്ളൂ. താങ്ക് യു. വേറൊരു കാര്യം കൂടെ പറയാം. എന്താണ്, പക്ഷെ പുള്ളി പറഞ്ഞ ഫിലിമുകളെല്ലാം, പുള്ളി നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള പടങ്ങളെല്ലാം സക്സസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സുമതിയോളം പുള്ളി സക്സസ് ആണ്. പുള്ളി അതുകൊണ്ട് ഇത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സക്സസിലോട്ട് തന്നെ പോകും. പിന്നെ യെസ്, പ്രിൻസ് ആൻഡ് ഫാമിലി പല കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് തളർത്തേണ്ട കാര്യമില്ല. പുള്ളിയുടെ അടുത്ത് നമുക്കൊന്നും ഒരു വിരോധവും ഇല്ല, ഒന്നുമില്ല. ഇത് കണക്ക് വീണ്ടും വീണ്ടും പറയുക. പിന്നെ സൂര്യകൃഷ്ണനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ അവൻ ഒരു പുള്ളിയുടെ പേര് അവൻ അറിയില്ല, എന്നിട്ടും സൂര്യകൃഷ്ണൻ എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവൻ എനിക്ക് മനസ്സിലായി അവന്റെ രജിസ്റ്ററായി. അപ്പൊ രജിസ്റ്ററായ ഒരു വ്യക്തിയെ പറ്റി പറയുള്ളൂ. ഒന്നീ പുള്ളി ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തായിരിക്കാം, ഇല്ലെങ്കിൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും നല്ലതായിരിക്കും. പിന്നെ നമ്മളെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓൾ മറ്റേ ചാനലുകാരായാലും മഞ്ജു ചേച്ചി ആയാലും മറ്റേ നമ്മളെ സെവാൻ, പിന്നെ ബിനു,
മറ്റേ മൂന്നാലി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് നമുക്ക് തരുന്നത് തന്നെ വലിയൊരു സന്തോഷം. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വീണ്ടും വീണ്ടും വേണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. വലിയ വിഷയത്തിലേക്ക് വന്നിട്ടാണ്. ഇതിപ്പോ കുറച്ച് നാൾ മുമ്പുള്ള കഥയാണ് പറയുന്നത്. 8 വർഷത്തെ പോരാട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നിട്ടുണ്ട് അതിജീവിതയുമായി ബന്ധപ്പെട്ട്. ആ കോടതി വിധി എങ്ങനെ കാണുന്നു? ആ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? എന്താണ് ബാബുരാജ് അന്നൊക്കെ അതിജീവിതോടൊപ്പം നിന്നൊരു വ്യക്തിയാണ്, പേഴ്സണലി അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ആ കോടതി വിധി എങ്ങനെയാണ് കാണുന്നത്? ഞാനൊരു നിയമം പഠിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം. അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതികളുണ്ടല്ലോ, അത് അതിൻ്റെ വഴിയിൽ വരട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേൽക്കോടതി ഇപ്പോഴത്തെ വിധി കണ്ടിട്ട് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? അത് പറയാൻ നമ്മളിപ്പോൾ എനിക്കായാലും അലിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ്. പിന്നെ ആ ജഡ്ജ് പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട്. ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ, അലി ആരാണ്, ആരുമല്ല. നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ദിലീപിനെ പുറത്താക്കിയിരുന്നു അമ്മയിൽ നിന്നും. ദിലീപിനെ തിരിച്ചെടുക്കുന്നു. ഇപ്പം ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിലെ വിധി അനുസരിച്ച് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടപടിയിലൊക്കെ ആദ്യം മുന്നിട്ട് വന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ നിർമ്മാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. താരസംഘടന അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ. സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു തീരുമാനം വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന ദിലീപിനെ എടുക്കുന്ന കാര്യമായിട്ട് വന്നാൽ? അല്ല, അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കണ്ടല്ലേ. നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ. അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ. പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു WCC അംഗങ്ങൾ പോയപ്പോൾ കത്ത് തന്നാലാണ് തിരികെ. ഒരു നിയമമുണ്ടല്ലോ, അമ്മയ്ക്കൊരു നിയമമുണ്ട്. ആദ്യം പുറത്തായാലും പുറത്താക്കിയ ആളാണെങ്കിൽ ആദ്യം അപേക്ഷ തരണം. അങ്ങനെ ഒരു കീഴ്വഴക്കം തന്നെ ആയിരിക്കും ദിലീപിനും ഉണ്ടാവുക. അത് ഞാനല്ലല്ലോ പറയണ്ടേ. അതിപ്പോ തീർച്ചയായിട്ടും ബൈലോയിൽ എന്ത് പറയുന്നോ അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം. അതൊക്കെ ഇപ്പൊ ഭരണത്തിലുള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടേ. അവരത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്ത്രീകളാണ്, അവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ പ്രോഗ്രാമൊക്കെ ആയിട്ട് പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാവരും 17 പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തോളൂ. സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന സമയമാണ് അതിജീവിത വിഷയത്തിൽ. ആ സമയത്ത് ഒരു സംഘടനയിൽ ഒരു പ്രതികരണം ഇല്ലാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ്. ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ എന്തോരം കഷ്ടപ്പെടുന്നതല്ലേ. ഇപ്പോ ഇവരായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാലേട്ടൻ എങ്ങനെ ആയിരുന്നെങ്കിലും എന്റെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് മുട്ടിച്ചാണ്. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇത് മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ, ഇനിയും സമയങ്ങളുണ്ടല്ലോ. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം. ആ എസ്കേപ്പിസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. ആരുടെ? ഇപ്പൊ താങ്കൾ പറഞ്ഞു തലപ്പത്ത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ. ഇപ്പൊ ഉള്ളവര് മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ എല്ലാം ഒരു വികാരമാണ്. ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ അറിയാം. അതൊരു മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അപ്പോൾ അതിന്റെ തലപ്പത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അവരതിന് അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കുന്നു, പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമായിരുന്നു. അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട്. എന്തായാലും വിധി വന്നല്ലോ, കുറ്റമുക്തനാണ് ദിലീപ് എന്ന കാര്യത്തിൽ. അല്ല, അതിനകത്ത് ചിലത് ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത്. കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ, പുറത്താക്കാൻ കാണിച്ച വ്യഗ്രത ഉണ്ടല്ലോ, ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നതും. അതൊക്കെ അവരുടെ
തീരുമാനങ്ങളല്ല, ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ. അതിൽ നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ആ പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത്തെ മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത്. പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള അനുകമ്പ, ആ കുട്ടിയോടുള്ള സ്നേഹം, അതൊന്നും ഒരു മാറ്റവുമില്ല. നമ്മൾ അന്ന് ഇങ്ങനെ നിന്നു, അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും. അതൊക്കെ ശരി, അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത്. അതങ്ങനെ മാറുന്ന കാര്യമാണോ? അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. അതിനകത്ത് നമുക്ക് ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്, ഇല്ലേ? ഇപ്പൊ നമുക്കൊരു വിധി വന്നു, ആ വിധിയെ നമ്മൾ മാനിക്കുന്നു. നമുക്ക് നോക്കാം. ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ, ഞാൻ ഡെറാഡൂണിലായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്ത് സംസാരിക്കാനാന്ന് അല്ലേ? നമ്മളതിനകത്ത് വരട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല അല്ലേ? കലങ്ങിയില്ല. കിച്ചുവിന് എന്തും പറയാം, കാരണം കിച്ചു ഒന്നിലും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ബാബോട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരോട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഈ ചോദ്യം പോയി ചോദിക്കോ അവിടെ അഡ്വക്കേറ്റിനോട്, ജഡ്ജിയോട് ചോദിക്കുവോ? ഇല്ല. അപ്പൊ നമ്മളത് ബഹുമാനിക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകും, ബാക്കി അതിന്റെ രീതിയിൽ പോക്കോളും. പിന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ ആരും അല്ല കേട്ടോ, ഞാനൊരു ആരോഗ്യക്കാരൻ മാത്രം. അതാണ് ഞാൻ പറയുന്നത്, നമ്മളാരും അല്ല ഇത് പറയാനായിട്ട്. ഇപ്പൊ നിയമത്തിന്റെ വഴിക്ക് ഒരു ഇത് പറഞ്ഞല്ലോ, ആള് തെറ്റുകാരനല്ല എന്നുള്ളത്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. പുള്ളി തെറ്റുകാരനല്ലാത്തായാലും നമുക്ക് സന്തോഷം. അങ്ങനെയൊക്കെ തന്നെ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ പൊങ്കാല മൂവിയെ കുറിച്ച്? നമുക്ക് പ്രസ് മീറ്റ് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ? നോ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ പൊങ്കാല സിനിമയെ കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് 1-to-1 സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്രൂ. ഇത് ഇവിടുന്ന് എടുത്തിട്ട് പോയാൽ മാത്രം കാര്യമില്ല. ഇതെല്ലാം നല്ല രീതിയിൽ നല്ല വലുതായിട്ട് സിനിമാസ്കോപ്പ് പോലെ ഇടുക. പൊങ്കാല മൂവി ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതെ അതെ. അപ്പൊ അത് നല്ലതായിട്ട് ചെയ്തിട്ട് വിജയിക്കുക. ഇതുപോലുള്ള സിനിമകൾ വിജയിക്കേണ്ടത് ആവശ്യമാണ്. ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിനിമയും കേരളത്തിലുള്ള ഇന്ത്യയിൽ മോശമായിട്ടുള്ളൊരു സിനിമ എടുക്കാറില്ല. അത് എന്തുകൊണ്ടൊക്കെ അങ്ങനെയാണ് നല്ല പട്ടികയിലും മോശം പട്ടികയിലും വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലതാണെങ്കിൽ ആ എഫർട്ടിനെങ്കിലും നമ്മൾ മാനിച്ചുകൊണ്ട് അതിന് നല്ല പബ്ലിസിറ്റി കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ മോശം പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ പിള്ളേരൊക്കെ പറയുന്ന പോലെ ഇത് നോക്കിയിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവൻ അത് പറഞ്ഞത് തെറ്റായിപ്പോയി അതുകൊണ്ട്. പക്ഷെ അദ്ദേഹമല്ല, അതുപോലെ പല ആൾക്കാർ പറഞ്ഞ എത്രയോ സിനിമകൾ. ഞാനൊരു റിവ്യൂ ഇടാണെങ്കിൽ ഞാൻ എൻ്റെ പോയിന്റ് പറയണേ. ചിലപ്പോൾ എനിക്കതിൻ്റെ ചില ഘടകങ്ങൾ, ചിലപ്പോൾ ഒരു സിനിമയിലെ ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടോ, അത് എനിക്ക് ആ പടം അങ്ങ് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശമായിട്ടും പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, നിങ്ങൾ പറയണം. എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണാൻ. നിങ്ങളുടെ ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ആൾക്കാർ വരികയും. എനിക്കും അതാണ് പറയാനുള്ളത്. സിനിമ ആസ്വാദനമാണ്. അത് ആസ്വദിക്കുന്ന രീതിയിൽ പല ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റും, ചിലർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ, അതിനെ തടഞ്ഞു വെക്കാതിരിക്കുക. അത് തെറ്റാണ്. അത് ചുമ്മാ അതുകൊണ്ട് സിനിമയെ കൊന്ന് ജീവിക്കാം എന്ന് വിചാരിക്കരുത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. അതായത് ഞാൻ ഇപ്പോൾ അനിലേടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും അടുത്ത സിനിമകൾ വരും, ഞാൻ അടുത്ത സിനിമ ചെയ്യും. പക്ഷേ ഇനിയും ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവരും അവരൊക്കെ വന്ന് പെടും, അവരൊക്കെ ആത്മഹത്യ ചെയ്യും. ഒരുപാട് പ്രശ്നമുണ്ട് സിനിമ ഇവിടെ എത്തുക പറഞ്ഞാൽ. അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞു ലൊക്കേഷനിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഓരോ സമയം നിങ്ങൾക്ക് അറിയുന്നേക്കാൾ കൂടുതലാണ് ടെക്നിക്കൽ ഇഷ്യൂസ്.
ഒരു ലൈറ്റിംഗ് ഇഷ്യൂ, ഏതെങ്കിലും ഒരു സമയത്ത് മഴ പെയ്താലുള്ള പ്രശ്നം, ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ക്ലാഷ്, ഇതിനകത്തുള്ള സാമ്പത്തിക പ്രശ്നം, ഇരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്ന ലൊക്കേഷൻസ് കിട്ടിയില്ലെങ്കിൽ സ്ക്രിപ്റ്റ് തിരുത്തുന്ന പ്രശ്നങ്ങൾ, ടെൻഷൻസോട് ടെൻഷൻ. ഞാൻ ഒരു വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ട് പോലുമില്ല, അത്രയധികം പ്രശ്നത്തിലാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സെൻസർ ബോർഡിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ സിനിമ എത്തുമ്പോൾ ഏതൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നു നോക്കണം. അതിനൊപ്പം നമ്മൾ കോമ്പറ്റീറ്റീവ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 10-15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പോലെ പണ്ട് പത്രം ഇല്ലായിരുന്നെങ്കിൽ, പത്രത്തിലിട്ടില്ലെങ്കിൽ സിനിമ ഇറങ്ങില്ല എന്നുള്ളൊരു സമയത്ത് നിന്ന് മാറിയിട്ട് ഇപ്പൊ ഇതുവരെയായി. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ അന്നം നമ്മൾ മുടക്കരുതെന്ന് പറയാണ്. കാരണം മലയാള സിനിമകൾ ഇതുപോലെ കുറ്റം പറഞ്ഞ് ഇല്ലാതെ ആയാൽ ഇവിടെ മലയാളം തന്നെ വേണമെന്ന് പ്രേക്ഷകർക്ക് ഒരു നിർബന്ധമില്ല. ഇവിടെ കന്നഡം, അതുപോലെ തെലുങ്കും തമിഴും ഒക്കെ ആൾക്കാർ സ്വീകരിച്ചു തുടങ്ങുന്ന സമയമാണ്. നമ്മൾ അങ്ങോട്ട് തുളച്ചു കയറാൻ നിന്ന സമയത്ത് അത് മാറ്റിയിട്ട് അവരിങ്ങോട്ട് വന്ന് കയറി ലാസ്റ്റ് ഈ പറയുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായിപ്പോവും. ഈ റിവ്യൂവറിനൊന്നും ഇവിടെ കിടന്ന് തമിഴിനെ കുറിച്ച് കണ്ടുന്ന ഒരു കാര്യം ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ടുള്ള കളിക്ക് നിൽക്കണ്ട. അത് നിന്നാൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എക്സ്പീരിയൻസ് ക്യാപ്ഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ മിക്കവാറും എഴുതാൻ പോകുന്ന ക്യാപ്ഷൻ നെഗറ്റീവ് റിവ്യൂസിന് പൊങ്കാല ഇട്ടുകൊണ്ട് പൊങ്കാല ടീം. താങ്ക് യു സോ മച്ച്.